തമിഴ്നാട്ടിൽ നാളെ നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ടി.വി.കെ സർക്കാരിനെ എ.ഐ.എ.ഡി.എം.കെയിലെ വിമതപക്ഷം പിന്തുണയ്ക്കും. ഇന്ന് നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ജെ.സി.ഡി. പ്രഭാകറും ഡെപ്യൂട്ടി സ്പീക്കറായ എം. രവിശങ്കറും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനിടെ വിജയുടെ തെരഞ്ഞെടുപ്പ് വിജയം പ്രവചിച്ച ജ്യോതിഷിയെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗമായി നിയമിച്ചത് വിവാദമായി. എ.ഡി.എം.കെയിലെ 24 എം.എൽ.എമാരാണ് നാളെ വിശ്വാസ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ടി.വി. ദിനകരന്റെ പാർട്ടിയിലെ ഏക എം.എൽ.എയായ എസ് കാമരാജും ടി.വി.കെയെ പിന്തുണയ്ക്കുമെന്ന് നിയമസഭയിൽ പറഞ്ഞു. ഇതോടെ ടി.വി.കെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 145 ആയി. തിരുപ്പത്തൂർ എം.എൽ.എ. ശ്രീനിവാസ സേതുപതി നിയമസഭാ നടപടികളിൽ പങ്കെടുക്കരുതെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഒറ്റ വോട്ട് തോൽവിയിലെ ഡി.എം.കെ ഹർജിയിലാണ് ഉത്തരവ്. തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന്റെ 2ാം ദിനം സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഇരു പദവിയിലേക്കും ടി.വി.കെ പ്രതിനിധികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് വിജയ് പക്ഷത്തിന് അപ്രതീക്ഷിത രാഷ്ട്രീയ നേട്ടമായി. സഭയിൽ എല്ലാവരും തുല്യരാണെന്നും ഒരംഗം മാത്രമുള്ള പാർട്ടികൾക്കും തുല്യ ബഹുമാനം ലഭിക്കുമെന്നും മുഖ്യമന്ത്രി വിജയ് പറഞ്ഞു. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സനാതനധർമ്മം ഇല്ലാതാക്കണമെന്ന പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബി.ജെ.പി. രംഗത്തെത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് അദ്ദേഹത്തിന്റെ ജോത്സ്യൻ രാധൻ പണ്ഡിറ്റ് വെട്രിവേലിന്റെ നിയമനം പുനഃപരിശോധിക്കണമെന്ന് വി.സി.കെ അടക്കമുള്ള പാർട്ടികൾ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ 717 മദ്യശാലകൾ അടച്ചുപൂട്ടാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ പരിധിയിലുള്ള മദ്യശാലകളാണ് അടച്ചുപൂട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.